പറഞ്ഞ മാതിരി നമുക്ക് പശുവിനെ കറന്നെടുക്കാം, പക്ഷെ അവിടെ മുറിച്ചെടുത്താലോ? ഇപ്പോഴത്തെ ആധുനിക ചിന്ത ഇത്തരം മണ്ണിൽ നിന്ന് അകന്നു പോയ മനുഷ്യൻ്റെ ആധുനിക ചിന്തകൾ അവിടെ മുറിച്ചെടുക്കുക എന്നാണ്. മനസ്സിലായി? എനിക്ക് എത്ര വിറ്റിരിക്കാൻ പറ്റും? ഇതല്ല ഈ കാർഷിക സംസ്കൃതി പറഞ്ഞാൽ അത് ഒരു നൈരന്തര്യമായി തുടരേണ്ട, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എവർലാസ്റ്റിംഗ് ആൻഡ് സസ്റ്റൈനബിൾ. അതിനോട് ചേർന്നൊരു ഗ്രാമജീവിതമായിരുന്നു പഴയ കാലത്തുള്ളത്. അവിടെ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ ഒരു റിസോഴ്സാണ്. ആ കുടുംബത്തിലെ 16-18 വയസ്സുള്ള പെൺകിടാങ്ങൾക്ക് വേണ്ട എല്ലാ വിദ്യാഭ്യാസവും മുത്തശ്ശിയിൽ നിന്ന് കിട്ടും. അവിടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പാടത്തിറങ്ങി എല്ലാവരും പണിയും. മനസ്സിലായി? അവിടുന്ന് ഇപ്പോൾ വെള്ളരിക്കാലമായാൽ വെള്ളരി പൊട്ടിക്കാൻ കുട്ടികളും മക്കളും എല്ലാവരും കൂടി വരിക. അത് പൊട്ടിക്കുമ്പോൾ വെള്ളരി പൂത്ത് കാണുമ്പോൾ വെള്ളരി വെളുത്ത പക്ഷത്തിലെ കായാവാൻ തരത്തിൽ കുത്തിയിടുന്ന മകര 28 വെള്ളരി കുത്തിയിട്ടാൽ വിഷുവന്നാന്തി പൊട്ടിക്കാമെന്നുള്ള ശാസ്ത്രത്തിൻ്റെ മാനങ്ങൾ ഇതൊന്നും സ്കൂളിൽ പോയി പഠിച്ചതല്ല, ജീവിതത്തിൻ്റെ പുരാവൃത്തങ്ങളാണ്. അപ്പോൾ അത്തരം എല്ലാം സമഗ്രമായി ഉൾക്കൊള്ളുന്ന അങ്ങനെയുള്ള വെള്ളരി ഒന്നിച്ചുണ്ടാകുമ്പോൾ കുടമെടുത്ത് നനയ്ക്കുമ്പോൾ അതിൽ ആദ്യത്തെ കായ വിരിയുമ്പോൾ അത് ചള്ളു പൊട്ടിച്ച് തിന്നുമ്പോൾ പൊട്ടിച്ച് തലയിലേറ്റ് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അരിയുമ്പോൾ മുറിക്കുമ്പോൾ ഇത് മുറിച്ച് അടുപ്പിൽ വേവുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധമുണ്ട്. ആ ഗന്ധത്തിൽ എല്ലാവരും പങ്കിട്ട് വിഷു ഉണ്ണുമ്പോൾ കിട്ടുന്ന ആനന്ദം, ആ അനുഭൂതിയാണ് ഗ്രാമസംസ്കൃതിയുടെ ഉൾപ്പൊരുൾ. അത് പോയിട്ട് നമ്മൾ പീടികയിലേക്ക് വണ്ടി വിളിച്ചു പോകുന്ന വലിയ മാളിലെ അവശിഷ്ടങ്ങൾ തിന്നുന്നവരായി മാറിയതിൻ്റെ സാംസ്കാരിക ട്രാൻസ്മിഷനാണ് ഇപ്പോൾ നടക്കുന്ന പീഡനങ്ങൾ വരെയുള്ള കാര്യങ്ങൾ. ആരൊക്കെ സ്നേഹിക്കണം, ആരൊക്കെ തന്നോട് ചേർത്ത് പിടിക്കണം എന്ന് വളരെ വ്യക്തമായ ബോധം നൽകുന്നതായിരുന്നു കൃഷി. മനസ്സിലായില്ലേ? അപ്പോൾ കൃഷി എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണോൽപാദനം മാത്രമായിരുന്നില്ല. ഭക്ഷണം ഉൽപ്പാദിക്കുന്നതോടൊപ്പം ഒരു മനുഷ്യകുലം അവശ്യം സൂക്ഷിക്കേണ്ട എല്ലാ ധാർമ്മികതകളും നമ്മളറിയാതെ തന്നെ നമ്മുടെ രക്തത്തിലേക്കും മുലപ്പാലിലേക്കും സന്നിവേശിക്കുന്ന ഒരു മാനവീയ ധർമ്മമായിട്ടാണ് കൃഷിയെ കണ്ടിരുന്നത്. സമഗ്രമാണ്. ആ സമഗ്രത നഷ്ടപ്പെട്ടപ്പോൾ നമ്മളൊക്കെ ഓരോ ചെറിയ മൺചിതരാതുകൾ പോലെ ഒട്ടും പ്രകാശമില്ലാത്ത വിളക്കുകളായി മാറി. ഇത് തന്നെയാണ് നമ്മുടെ സാമൂഹ്യ ദുരന്തം. ഇതുകൊണ്ട് നമ്മുടെ മക്കൾ ഇത്തരം ആനന്ദങ്ങളില്ലാതെ പോവുക. ആനന്ദപ്പം മൊബൈലും മോട്ടോർ സൈക്കിളും മാത്രമാണ്. മൊബൈൽ വന്നതോടുകൂടി വ്യക്തിബന്ധങ്ങൾ ഒട്ടും ഇല്ലാതായി. മനസ്സിലായി? യാന്ത്രികയുടെ പരമകൊടിയിലെത്തി. പിന്നെ ആളുകൾ വന്നതോടുകൂടിയിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുന്നു, അവിടുന്ന് വാങ്ങിക്കൊടുന്ന് വെക്കുന്ന സ്ഥലം. അപ്പോൾ പിന്നെ മണ്ണിനായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ മണ്ണിൽ ചവിട്ടാൻ